അസ്സലാമു അലൈക്കും. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ 6ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുൻഷ ഉൽ ജുമൽ വാക്യത്തിൽ പ്രയോഗിക്കണം. 1. പാരിതോഷികം. ഈ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. മകനെ ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദിന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 500 ദിർഹം പാരിതോഷികമായി നൽകി. രണ്ടാമത്തത് മഹത്വം. അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട്. മൂന്നാമത്തെ വാക്ക് ലഭിക്കുകയില്ല. തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു തആലയുടെ നൂർ ലഭിക്കുകയില്ല. അടുത്ത വാക്ക് നോക്കൂ. ഏറ്റവും മനുഷ്യൻ നേടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്തായത് അറിവാണ്. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നമ്മളെ ഉൽ ഫറാൾ വിട്ടഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മകൻ ഹമ്മാദിന്റെ ഉസ്താദിന് ഡാഷ് ദിർഹം പാരിതോഷികമായി നൽകി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 500. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മകൻ ഹമ്മാദിന്റെ ഉസ്താദിന് 500 ദിർഹം പാരിതോഷികമായി നൽകി. രണ്ടാമത്തത് അറിവ് ഡാഷിന്റെ പ്രകാശമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അല്ലാഹു തആല. അറിവ് അല്ലാഹു തആലയുടെ പ്രകാശമാണ്. 3. അറിവ് തേടി പുറപ്പെട്ടവർക്ക് ഡാഷിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സ്വർഗത്തിലേക്കുള്ള. അറിവ് തേടി പുറപ്പെട്ടവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കും. 4. പണ്ഡിതന് വേണ്ടി ഡാഷ് കളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ആകാശഭൂമി. പണ്ഡിതന് വേണ്ടി ആകാശഭൂമികളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. 5. തെറ്റ് ചെയ്യുന്നവർക്ക് ഡാഷിന്റെ പ്രകാശം ലഭിക്കുകയില്ല. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അല്ലാഹു തആല. തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു തആലയുടെ പ്രകാശം ലഭിക്കുകയില്ല. 6. അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി ഡാഷ് ശുദ്ധമാക്കണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മനസ്സ്. അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി മനസ്സ് ശുദ്ധമാക്കണം. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ 1. അറിവ് നേടുന്നത് കൊണ്ട് എന്താണ് ആഗ്രഹിക്കേണ്ടത്? ഉത്തരം: അറിവ് നേടുന്നത് കൊണ്ട് അല്ലാഹു തആലയുടെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാവൂ. 2. ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ച് അറിവ് പഠിക്കുന്നവന് ലഭിക്കുകയില്ല. എന്ത്? ഉത്തരം: ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ച് അറിവ് പഠിക്കുന്നവന് സ്വർഗത്തിന്റെ പരിമളം ലഭിക്കുകയില്ല. 3. പഠനം തുടങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? ഉത്തരം: പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലണം. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഈ പാഠത്തിലെ വീഡിയോയിൽ കൂട്ടുകാർക്ക് ലഭ്യമാകും.